മുംബൈത്തെ ഫസ്റ്റ് മോർണിംഗ് ആണ്. ഉറങ്ങി എണീറ്റപ്പോ തന്നെ ഉച്ചയ്ക്കണ്. ഈ സൊസൈറ്റിയിലാണ് ഉമ്മച്ചിന്റെ കസിനും ഫാമിലിയും താമസിക്കുന്നത്. ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇപ്പച്ചി നീച്ച പാടെ വർക്കൗട്ട് ചെയ്യാൻ പോയിക്കണ്. ഇവിടെ ജിമ്മും പൂളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉമ്മച്ചിന്റെ കസിന്റെ മോളാണ്. ഓള് സ്കൂളിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ നീക്കണേ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിച്ച് നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാവുന്നോണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പോയോക്കാം. ഇതാണ് ഇവിടുത്തെ സൊസൈറ്റിന്റെ മെയിൻ ഗേറ്റ്. പൻവേൽ എന്ന സ്ഥലത്ത് കുറച്ചുള്ളിലാണ് ഇതില്ലത്. ഇന്ന് മുംബൈ ടൗണിലേക്കൊന്നും പോണില്ല. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് കവർ ചെയ്യാൻ കരുതി. പോണ വഴിയിലൊക്കെ നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഇന്ന് മാത്തരാൻ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. മഴ കാരണം അത് ഒഴിവാക്കിട്ടോ. ഈ പുഴ ഞങ്ങൾ താമസിച്ച സൊസൈറ്റിന്റെ ബാക്കിലൂടെ ആണ് പോണത്. ഇന്ന് പ്രത്യേകിച്ച് വേറെ പ്ലാനിങ് ഒന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നാളെ മുംബൈ സിറ്റിക്ക് പോവാന്നാണ് ഞങ്ങളെ പ്ലാന്. അങ്ങനെ ഇവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കാണ്. ഈ റോഡിലൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് മെയിൻ. ഇവിടെ കറങ്ങി കറങ്ങി വൈകുന്നേരമായപ്പോ ഞങ്ങൾ സീവുഡ് മാളിലേക്കാണ് വന്നത്. മാളിൽ കയറുമ്പോ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ മാളാണിത്. വോയിസ് കൊടുക്കുമ്പോ കോൾഡ് കാരണം ഇതിന്റെ സൗണ്ടിനൊക്കെ മാറ്റം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെൻഡ്സിലൊക്കെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. ഇവിടെ ക്രിയേറ്റീവായി ഒരുപാട് ആർട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അവിടുന്ന് ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറി ഒരു ബർഗറൊക്കെ കഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ റിയലൈൻസ് സൂപ്പർ സ്റ്റോറിലാണ് കയറിയത്. ഇതാണ് കേട്ടോ സീവുഡ് മാള്. മുംബൈയിലെ ഏറ്റവും വലിയ മാളാണ് ഫെനിക്സ് പല്ലേഡിയം. അത് കാണണമെങ്കിൽ അടുത്ത വീഡിയോ കണ്ടാൽ മതി. അവിടുന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങള് ഇവിടുത്തെ ടൗണൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കാണ്. ഇനി ഞങ്ങൾ പോണത് ഇവിടുത്തെ ഫേമസ് ഷോപ്പായ ദ്വാരക സ്വീറ്റ്സിലേക്കാണ്. ട്രാഫിക്കിന്റെ ഇടയിലൊക്കെ ഒരുപാട് കച്ചവടക്കാർ വരുന്നുണ്ടോ. നമ്മൾ വേണ്ട പറഞ്ഞാലും അവര് നമ്മളെ ഫോഴ്സ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ദ്വാരകയിലെത്തി. ഇവിടെ ഒരുപാട് ട്രഡീഷണൽ സ്നാക്കുകളും ചാട്ട് ഐറ്റംസും സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വന്നത് ഞങ്ങളെ ഫേവറേറ്റ് ചാട്ട് ഐറ്റംസ് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ 1-2 വെറൈറ്റീസ് ഞങ്ങൾ ട്രൈ ചെയ്തു. അവിടുന്ന് പോരുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കുൽഫിക്കട കണ്ടപ്പോൾ അവിടുന്ന് നല്ല അടിപൊളി കുൽഫി വാങ്ങി. ഇപ്പൊ ഞങ്ങൾ പോണത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിലൂടെയാണ്. കടലിന്റെ മുകളിലൂടെ പോകുന്ന ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഇത്. ഇന്ന് ഫുള്ള് പൻവേയിൽ കറങ്ങിയെങ്കിലും മുംബൈ ടൗണിലേക്ക് എത്താത്തോണ്ട് ഒരു സമാധാനമല്ല. രാത്രിയെങ്കിലും രാത്രി ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് വിട്ടു. ഇവിടുന്ന് 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. രാത്രി തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി. ഇപ്പൊ ഞങ്ങൾ വരുന്ന റോഡാണ് റേ റോഡ്. ഇപ്പൊ രാത്രി 9:30 മണിയാക്കണ്. 12 മണിയാവുമ്പോത്തിന് സ്ട്രീറ്റൊക്കെ ഒരുവിധം ഒഴിവാവുണ്ട് ഇവിടെ.
ബാബ ഫലൂഡ കഴിക്കാനാണ് വന്നത്. ഒരുപാട് വെറൈറ്റി ഫലൂഡ ഉണ്ടെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂഡ ഉണ്ട് ഞങ്ങൾ കഴിച്ചത്. ഒന്നും പറയാല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മുംബൈ മാഹിം ദർഗ സ്ട്രീറ്റിന്റെ അടുത്താണ് ബാബ ഫലൂഡ ഉള്ളത്. ഫലൂഡ ഒക്കെ കഴിച്ച് ഞങ്ങള് സ്ട്രീറ്റിലൂടെ ദർഗന്റെ അടുത്ത് വരെ പോയിട്ടോ. ഇവിടെ എല്ലാം മുസ്ലിംസ് ആണ് താമസിക്കുന്നത്. ഈ നേരത്തും നല്ല തിരക്കാണ് ഇവിടെ. ആ കാണുന്ന കേട്ടോ ദർഗ. ഞങ്ങൾ അകത്തേക്കൊന്നും കയറിയിട്ടില്ല, അവിടെ കണ്ട് അതുപോലെ തിരിച്ചു പോന്നു. ഇനി പോണത് മുംബൈ സെൻട്രലിലേക്കാണ് കേട്ടോ. പോകുമ്പോ ഇതുപോലെ ട്രോളൊക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ ഹാർബർ പോലെ എന്തോ സ്ഥലങ്ങളാണ്. നേരിട്ട് കാണാനാണ് കേട്ടോ ഒക്കെ ഭംഗി. ട്രോള് കഴിഞ്ഞ് കയറിയത് ബാന്ദ്ര വർലി സീലിംഗ്, അതായത് രാജീവ് ഗാന്ധി സീലിംഗ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന വയറുകൾ പില്ലറുകളിൽ അറ്റാച്ച് ചെയ്താണ് ഈ പാലം നിൽക്കുന്നത്. നേരത്തെ കണ്ട പാലമാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽ പാലമാണ് കേട്ടോ അത്. അപ്പോ ഇതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഈ ബിൽഡിംഗ് കാണാന് നല്ല കളർഫുൾ ആണ് കേട്ടോ. ഒരുപാട് ട്രെയിൻ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ ടൈമിൽ നല്ല റഷ് ആണ് ഇവിടെ. ഇവിടെ സെന്ററില് ഒരുപാട് ബ്രിട്ടീഷ് ബിൽഡിങ്സ് ഉണ്ട്. നൈറ്റിലെ ഈ ബിൽഡിങ്സ് ഒക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഓരോ ബിൽഡിങ്സിനും ഓരോ പേരുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിൽ പോകുമ്പോ ഒരു ഹോട്ടലിൽ കയറി ക്രിബിൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. മെയിൻ പാർട്ടൊക്കെ അടുത്ത വീഡിയോയിൽ വരും. ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.